എസ്തപ്പാൻ, എന്നാ ഞാൻ പോട്ടെ. അല്ല നിനക്കിപ്പോ പോണോ? നമുക്ക് ഇവിടെ തന്നെ കുളിച്ച് നേരെ ഫാക്ടറിയിലേക്ക് പോവാം. അത് വേണ്ട, ഞാൻ ക്വാർട്ടേഴ്സിൽ നേരെ ഓഫീസിലേക്ക് വന്നേക്കാം. ഞാൻ പോണേ. അല്ല നീ ഇതിനെ കുറിച്ച് എടുത്തു പോന്നേ. ഞാനിതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് നമുക്ക് ഇവിടെ കൂടാം. അതാ നല്ലത്. യെസ് സർ. Any items? ആ ഫോൺ എടുക്കണോ? Yes, sir. ഹലോ, മീരക്കുഞ്ഞാണോ? ആ, ഞാൻ സാറിനെ വിളിക്കാം. സാറേ, മീരേന്ന് പൂനെന്ന് മീരക്കുഞ്ഞ് വിളിക്കുന്നു. പൂനെന്ന് മീരക്കുഞ്ഞ് വിളിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഹണ്ടിങ്ങിന് പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. നിന്റെ ഫേവറേറ്റ് സാധനം കിട്ടിയിട്ടുണ്ട്, മുയല്. അവിടെ എന്താ കൊതിച്ചോ? പാഴ്സൽ അയക്കാനോ? ആ, ഫ്രൈ ചെയ്ത് പാഴ്സൽ അയച്ചാലേ അവിടെ എത്തുമ്പോഴേക്കും മുയലിന് കാട്ടുമാക്കാന്റെ ടേസ്റ്റ് ആയിരിക്കും. എക്സാം കഴിഞ്ഞോ? എങ്ങനെയുണ്ട്? രക്ഷോടോ? നാളെയോ? സർപ്രൈസ്. മോർണിംഗ് ഫ്ലൈറ്റിനോ? ഇസ് ഇറ്റ്? ഐ വിൽ കം ടു ദ എയർപോർട്ട്. ഓക്കെ. ഇതിന് സാൾട്ട് അല്പം കൂടുതലാണല്ലോ. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എടാ, നീ എല്ലാം കൂടി എന്റെ സാറിന് കിഡ്നി ട്രബിളും ഡയബറ്റീസും ഒക്കെ വരുത്തി വെച്ച് ഷെഡിക്കേറ്റ് ഇരുത്താനുള്ള പരിപാടിയാണോടാ? പോ. സാർ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ആ, സിറ്റ് ഡൗൺ സർ. എന്താണോ ഇതൊക്കെ? ഇടിയപ്പം, പട്ടാണിക്കറി, ഇഡ്ഡലി, ചമ്മന്തി, അപ്പം, എഗ്കറി, ഗ്രീൻ പീസ് മസാല, ബ്രെഡ് ബട്ടർ ജാം, ബുൾസൈ, ഗീ, ഗ്രേപ്സ്, ഫ്രൂട്ട്സ്, കാഫ, ഫളം. ഈ ഐറ്റംസ് ഒന്നും പോരെങ്കിൽ ഇനി പുട്കടല ഐറ്റംസ് ഉണ്ട്. അറിയോ, ഒരു മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണമാണോ ഇത്? തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും ഐറ്റംസ് ഒന്നും വേണ്ടെന്ന്? സാർ, ഇത്രയും ജോലിക്കാർ ഇവിടെ ഉള്ളപ്പോ അവരെ കൊണ്ട് എന്തെങ്കിലും പണി ചോദിക്കണ്ടെന്ന് കരുതാവൂ അല്ലേ? അത് മാത്രമല്ല സാർ, ഇത്രയും വലിയ ബംഗ്ലാവിൽ ഇത്രയും ഐറ്റംസ് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിന് മോശമാകുമല്ലോ എന്ന് കരുതിയ. തന്റെ ഒരു സ്റ്റാറ്റസും ഐറ്റംസും. മദ്രാസിൽ ഏതോ ഹോട്ടലിൽ സപ്ലർ ആയിട്ട് വന്ന തന്നെയൊക്കെ പിടിച്ച് വീട്ടിൽ നിർത്തി എന്നെ വേണം തൊഴിക്കാൻ. യെസ് സർ. നോക്കി നിൽക്കാൻ വല്ലയിടത്ത് വിളമ്പോ. ഏത് ഐറ്റം സർ? എനി സൈഡ് ഡിഷ്? ഇവിടെ നാപ്കിൻ ഒന്നുമില്ലോ തുറക്കാൻ? നാപ്കിൻ ഉണ്ട് സാർ. ജെയിംസ്, ലഞ്ചിന് വേണ്ട ഐറ്റംസ്. മനുഷ്യർക്ക് വായിൽ വെച്ച് തിന്നാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. എനി പ്രാൺ ഐറ്റംസ്? ഈ ഐറ്റംസ് പറഞ്ഞ് വന്നാലുണ്ടല്ലോ തന്നെ ഇടിച്ചു പിഴിഞ്ഞ് തന്റെ പ്രാണൻ ഞാൻ എടുക്കും. ഇവിടെ എന്താണോ എസ്തപ്പാനെ, പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഹോസിന് ഐറ്റംസ് ഒക്കെ തന്ന് പന്നിക്കുട്ടിയൊപ്പം ഇരിക്കുന്നതായിട്ടില്ലേ? രാവിലെ നമുക്കിട്ട് ഊതു വന്നോ? 10 വർഷമായി ഇവിടെ വന്നിട്ട്. എന്താണ് സാർ? ആ, നാളെ മീര വരുന്നുണ്ട് മോർണിംഗ് ഫ്ലൈറ്റിൽ. അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലേ? കോഴ്സ് ഒക്കെ കഴിഞ്ഞു. ഒരു കാര്യമില്ലാത്ത കാര്യമാണെന്നേ. സിനിമാറ്റോഗ്രാഫി പഠിക്കണമെന്ന് അവളുടെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. അവളുടെ ആഗ്രഹമല്ലേ നടക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു.
അല്ലാതെ സിനിമാറ്റോഗ്രാഫി പഠിച്ചിട്ട് നമുക്ക് കിട്ടാൻ. നീ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, അവള് ക്യാമറ വുമണും, നീ ഡയറക്ടറും. അവൾക്ക് പറ്റിയ ഡയറക്ടറൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാ. അമേരിക്കയിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫൈനൽ ഇയർ, പേര് ഹരിദാസ്. 1 വർഷം കൂടെ കഴിഞ്ഞാൽ കക്ഷി ഇവിടെ പറന്നെത്തും. എന്നിട്ട് വേണം എനിക്ക് അവളെ പിടിച്ച് അവനെ ഏൽപ്പിക്കാൻ. പിന്നെ അവർ തമ്മിൽ ആയിക്കോട്ടെ അഭിനയമോ ക്യാമറയോ പ്രൊഡക്ഷനോ. അത് കൊള്ളാം. കഴിയുന്നുമ്പേ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞു വിടുന്ന നല്ലത്. നീ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? നന്നായി എഴുതിയിട്ടുണ്ട്. എത്ര നന്നായിട്ട് എഴുതിയാലും ക്യാമറയുടെ ആംഗിളോ ലെൻസോ വല്ലതൊക്കെ നമുക്ക് തിരിച്ചറിയാവോ? क्या मजाक करते हैं? यहाँ के सिनेमा कैमरा वालों से मैं अच्छी जानती हूँ. അച്ഛാ അച്ഛാ, നിന്നെ ക്യാമറ വുമൺ ആക്കണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പടം പിടിക്കണം. ദേ, അതുപോലെ വേണ്ടി വരുമോ? कैसे हो? क्या है समाचार? अरे ऐसे क्या देख रहे हो? चलो लगेज सब उठाओ. മലയാളം പോലും ശരിക്ക് പറയാൻ അറിയാൻ പാടില്ലാത്തതിനോടാണ് നീ ഹിന്ദി സംസാരിക്കുന്നത്. എടോ, കാറിന്റെ ഡിക്കിയിലുള്ള ലഗേജ് എല്ലാം എടുത്ത് മുറിയിൽ വെക്കാനാണ് അവള് പറഞ്ഞത്. മനസ്സിലായോ? அப்படியா? சரி, நான் எடுத்து வைக்கிறேன். ഈ ഐറ്റം താൻ കൊണ്ടുവന്നാ മതി. ഹലോ, പങ്കജാക്ഷമനോൻ ഇവിടെ. അങ്കിൾ, ഞാനാണ് മീര. ഫ്രീ ഉണ്ട് അവിടെ? അവള് കുളിച്ചോണ്ടിരിക്ക, ഇപ്പൊ വരും. മോളെ എപ്പോ വന്ന്? ഞാനിന്ന് മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. വിമാനത്തിലോ? എത്ര രൂപയോ മോളെ കൂലി? 900 രൂപയോ? വല്ല ബസ്സിലോ മറ്റോ വന്നിരുന്നെങ്കിൽ 10-75 രൂപയ്ക്ക് പൂനായി നാട്ടിലെത്തത്തില്ലായിരുന്നോ? ബാക്കി കാശ് വല്ല കൊള്ളാവുന്ന ബ്ലേഡ് കമ്പനി ഇട്ടിരുന്നെങ്കിൽ 30-31% പലിശ കിട്ടത്തില്ലായിരുന്നോ? അങ്കിൾ എപ്പോഴും ബാങ്കിൽ പണം ഇട്ട് പലിശ വാങ്ങണം എന്നുള്ള വിചാരമേ ഉള്ളൂ. അത് കൊള്ളാം. വിവരമുള്ളവർക്കും ബുദ്ധിമാന്മാർക്കും മാത്രമേ പലിശക്കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ മോളെ. നീ കൊച്ചല്ലേ, ഇതും ഇതുപോലെ പലതും നിനക്ക് ഇപ്പൊ മനസ്സിലാകില്ല. അത് വരുന്നുണ്ട്, അവിടെ കൊടുക്കാം. ആരാച്ചാ? മീര. മീരയോ? ഹലോ മീര. ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. ഞാനേ ഹലോ ഹലോ. എന്ത് പറ്റി മോളെ? നാശം, ഡിസ്കണക്ട് ആയി. മോളെ മോളെ, മീരയെ വിളിക്കണോ? അതെ. എന്തിനാ മോളെ അവൾ ഇങ്ങോട്ട് വിളിക്കും? വെറുതെ 75 പൈസ കളയണോ? ഓ, ഞാൻ തന്നേക്ക് 75 പൈസ. അച്ഛന്റെ ഒരു പിശുക്ക്. നീ തന്നാലും നിന്റെ അമ്മ തന്നാലും എന്റെ പോക്കറ്റിൽ നിന്നാ ചോരുന്നത്. നിങ്ങൾ എന്തിനാ എന്റെ അമ്മയ്ക്ക് പറയുന്നത്? സാവിത്രി അമ്മ കേൾക്കാതെ ഓരോന്ന് പറഞ്ഞ് ഉടക്കാൻ വരരുത്. ഞാൻ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞില്ല, എവിടെ അമ്മയ്ക്കാ പറഞ്ഞത്? ആർക്കാ മോളെ ഫോൺ ചെയ്യുന്നത്? മേരിക്കോ മമ്മി? കട്ടായി പോടി. ഇത് ഇപ്പൊ തന്നെ അങ്ങ് വന്നേക്കാം. നീ അങ്ങ് പൊയ്ക്കളരുതേ. ഓക്കെ. രാവിലെ 75 പൈസ. ഓ, നിങ്ങൾക്ക് എപ്പോ നോക്കിയാൽ ഈ പലിശയുടെയും പൈസയുടെയും കണക്ക് മാത്രമേ ഉള്ളൂ. അതേടി അതെ. ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചുണ്ടാക്കുന്നോണ്ടാ തള്ളയും മോളും മുതുകു തുറന്ന ബ്ലൗസും സാരിയൊക്കെ കൊടുത്തു നടക്കുന്നത്. ഓ, അല്ലോ നിങ്ങളെ പോലെ ഈ കച്ചത്തോട് തീർന്നുകൊണ്ട് ഞങ്ങൾ കിടക്കാൻ പറ്റുമോ? എനിക്കാണെ ക്ലബിനെ പറ്റും പോകേണ്ടതാ. അവിടെ ഒരു ക്ലബ്ബ്. എടി, ഈ വേഷം കിട്ടുന്ന കാശൊക്കെ വല്ല പ്രൈവറ്റ് ബാങ്കിൽ വിട്ടാ നല്ല 1-ാം തരം പലിശ കിട്ടും. ഇന്ന് ഒരു കൂട്ടർ 32%, വേറൊരു കൂട്ടർ 36% പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. നിനക്കറിയാവോ? അതെങ്ങനെ അറിയാനാ? അക്ഷരം അറിയാമെങ്കിലല്ലേ പത്രം വായിക്കാൻ പറ്റൂ. എന്തിനാ മനുഷ്യ, ആകെ കൂടി ഒരു മോളല്ലേ ഉള്ളൂ. ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കാനാ? ഉണ്ടാക്കിയ കാശൊക്കെ മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കുമെന്നായിരിക്കും വിചാരം. എന്റെ മോള് കൊള്ളാവുന്ന ഒരുത്തിനെ ഒപ്പിച്ചെടുത്താ അവക്ക് കൊള്ളാം. അല്ലാതെ സ്ത്രീധനം കൊടുത്ത് പങ്കജാക്ഷമേനോ കെട്ടിക്കൊന്ന് വിചാരിക്കണ്ട. മോളെങ്ങനാ പോകുന്നത്? നമ്മുടെ കാർ എടുത്തോണ്ട്. എന്തിനാ മോളെ ആ മീരെ കൊച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞാ പോരായിരുന്നോ? വെറുതെ നമ്മുടെ കാറോട് ചെന്തിനാ പെട്രോൾ കത്തിക്കുന്നത്?
ചെയ്തൂടായിരുന്നു? ഞാൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞിരുന്നല്ലോ നിന്നോട് പറയാനായിട്ട്. നല്ല പാർട്ടിയോടെ നീ ഫോൺ വിളിച്ച് പറയാൻ പറഞ്ഞത്. വല്ലപ്പോഴും കണ്ടാ കൂടെ ഒന്ന് നോക്കാത്ത ആളാ. എന്താ ചേട്ടൻ നിന്നെ കണ്ട മിണ്ടാറില്ലേ? ഓ മിണ്ടും മിണ്ടും. എവിടെയും വെച്ച് കണ്ടാ തന്നെ എപ്പോഴുള്ള റെഡിമേഡ് ചിരിയങ്ങ് പാസ്സാക്കും. അത്ര തന്നെ. ചുമ്മാ കേറി ഹെഡിനോടി. ഒരു പെണ്ണ് വിചാരിച്ചാ ഇതിനകത്ത് ആണുണ്ടോ? ഇനിയിപ്പൊ ഞാനുണ്ടല്ലോ, എല്ലാം ശരിയാക്കി തരാം. നീ വാ. ഇരി. ഒന്ന് വിടണേ. നിന്റെ ശൈ ഇപ്പോഴും മാറിയിട്ടില്ലല്ലോടി. നിന്റെ ആ പ്രകൃതത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. വല്ലാത്തൊരു സാധനം തന്നെ. എന്റെ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഒന്ന് പോടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ എന്ത് വിശേഷം? അല്ല, നിന്റെ മൂത്രന്റെ പിശുക്കിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഫോൺ കോളിന് 75 1 രൂപ ആക്കിയോ? മതി മതി വാരിയത്. പിന്നെ എന്തൊക്കെയുണ്ട് പൂനെയിലെ വിശേഷങ്ങൾ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാൻ കൊള്ളുന്ന വല്ല ആമ്പിള്ളേരും ഉണ്ടായിരുന്നോടി? ഹേയ്, പൂനെയിലെ വരണ്ട ക്ലൈമറ്റ് പോലെ തന്നെയാ അവിടുത്തെ ആമ്പിള്ളേരും. ഫൈനൽ ഇയറിൽ എന്റെ റൂംമേറ്റ് നീതു സിംഗ് ആണെങ്കിൽ ഭയങ്കര ബോറിംഗ് പാർട്ടി. ഒരു ഫൈറ്റൻ സാധനം. തിന്നുക, പഠിക്കുക, ഉറങ്ങുക. നോ അതർ ആക്ടിവിറ്റീസ്. പിന്നെ അല്പം റിലീഫ് ഉണ്ടായിരുന്നത് ഒരു ബാംഗ്ലൂർക്കാർ രാമേശ്വരി ആയിരുന്നു. അവിടെ നല്ല ജോക്ക് അടിക്കും. എടി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോളേജ് ഹോസ്റ്റൽ ലൈഫ് പോലെ അവിടെ ഒരു ത്രില്ലിംഗും ഇല്ലടി. പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സിനെ വല്ലവരും കാണാറുണ്ടോ? ഇല്ല. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് സിനിമ കഴിഞ്ഞ് വന്നപ്പോ? എന്താ? മുതലാളി ഒന്ന് കാണാമെന്നതാണ്. എന്ത് ഐറ്റംസിനാ? ഐറ്റംസ് അല്ല, എന്ത് കാര്യത്തിനാ? ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. ശരി, മുതലാളി ഓഫീസിൽ പോകാൻ ഇപ്പൊ വരും. ഒരു 5 minutes വെയിറ്റ് ചെയ്യും. രാവിലെ ഓരോ ഐറ്റംസ് കയറി വരും. എന്റെ പാവപ്പെട്ട മുതലാളി വിഷമിക്കും. ഇവിടെ ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്ന് കേട്ടു. ആര് പറഞ്ഞു? എസ്റ്റേറ്റിൽ പറഞ്ഞു കേട്ടതാ. എന്താ പേര്? ബേബി. ഏതുവരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. ഡ്രൈവിംഗ് അറിയാമോ? ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ആർക്കും കിട്ടും. ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയാമെന്നാ ചോദിച്ചത്. അറിയാം. ജീപ്പും ലോറിയും എല്ലാം ഓടിക്കും. ഇപ്പൊ നിന്റെ പേരിൽ എത്ര കേസുണ്ട്? ആക്സിഡന്റിൽ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന്? ഞാൻ ഇതുവരെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടില്ല സാർ. വളരെ മോശം. ഒരു ആക്സിഡന്റ് എങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ നീ ഡ്രൈവർ ആണെന്ന് പറഞ്ഞാൽ വന്നിട്ട് എന്താ കാര്യം? ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുമ്പോഴെല്ലാം ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. കൊള്ളാം. ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു ജോലി? കവളപ്പാറ എസ്റ്റേറ്റിൽ. എന്താ അവിടെ നിന്ന് പോകുന്നത്? വല്ലതും മോട്ടിച്ചിട്ടാണോ? അല്ല, മോഷ്ടിക്കാനുള്ള അവസരം അവിടുത്തെ മുതലാളി എനിക്ക് തന്നിരുന്നില്ല. എനിക്ക് ജീവിക്കാനുള്ള മാന്യമായ ശമ്പളം തന്നിരുന്നു. പിന്നെന്താ പോരാൻ കാരണം? മുതലാളി എസ്റ്റേറ്റ് വേറൊരാൾക്ക് വിറ്റു. നിനക്കിവിടെ ആരൊക്കെ ഉണ്ട്? എനിക്ക് ആരുമില്ല, ഒറ്റ തടിയാ. അപ്പൊ ശമ്പളമൊന്നും വേണ്ടല്ലോ, ചെലവടന്നാ പോരെ? പോരാ, ജോലി ചെയ്യുന്നതിന് തക്കതായ കൂലി കിട്ടണം. ഗുഡ്. തൽക്കാലം നീ എന്റെ ഡ്രൈവറായിട്ടിരിക്കും. പിന്നെ ജോലി കണ്ടിട്ട് തീരുമാനിക്കാം. ശരി സാർ. ചേട്ടൻ ഇതുവരെ പോയില്ലേ? മീര, ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. Why should you appoint a boy who has come from somewhere else? Better will have an older person. He seems to be innocent, Meera. Let's try. ഇപ്പൊ തന്നെ ജോലിക്ക് ചേരാൻ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? അതെ സാർ. എന്നാ നമുക്ക് ഫാക്ടറിയിലേക്ക് പോവാം. നിന്റെ ഡ്രൈവിംഗ് ഒന്ന് കാണട്ടെ. എന്റെ ജീവന്റെ താക്കോലാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. ബി കെയർഫുൾ. Any leisure time items? ആവശ്യമുള്ളപ്പോ പറയാം. താൻ പോയി തന്റെ ജോലി നോക്ക്. ഇതാണ് എന്റെ ജോലി. Shut up. Go inside. നിർത്താൻ വേണ്ടി നിർത്താൻ. ഇറങ്ങ. ഇറങ്ങ. മതി നിന്റെ ഡ്രൈവിംഗ്.
സാർ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഓവർ ടേക്കിങ്ങും ഓവർ സ്പീഡും ഈ ജോലി നിനക്ക് പറ്റില്ല. ഞാൻ പതുക്കെ ഓടിച്ചപ്പോൾ സാറിന് ഇഷ്ടമായില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് സ്പീഡ്. എനിക്ക് ഇഷ്ടമായില്ലെന്ന് നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ സാറിന്റെ മുഖം കണ്ടപ്പോ. എന്താ എന്റെ മുഖത്തിന് കുഴപ്പം? മേലിൽ ഇങ്ങനെ ഓവർ സ്പീഡ് വണ്ടി ഓടിക്കരുത്. ആകർ എന്നെ ഇവിടുത്തെ ഡ്രൈവറായിട്ട് നിയമിച്ചു. ആ ഇന്നു മുതൽ ഇവിടുത്തെ ക്വാർട്ടേഴ്സിൽ താമസിച്ചോളാൻ സാറ് പറഞ്ഞു. ആഹാ. എടാ കൊച്ചനെ, നീ ഏത് ജാതിക്കാരനാ? ആൺജാതി. അല്ലടാ, ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം, ഇതിലേത് ഐറ്റത്തിൽപ്പെട്ടതാ? ഞാൻ സത്യക്രിസ്ത്യാനിയാ. ആഹാ, അപ്പൊ നമ്മൾ രണ്ടും ഒരു ജാതിക്കാരാണല്ലോ. അതിൽ ഏത് ഐറ്റംസ് പെടും? സിറിയന. ഞാൻ റോമൻ കത്തോലിക്കനാ. സ്വപ്പ കൂടിയ ഐറ്റമാ. നീ വാ. ആ, ഇതാ നിന്റെ ക്വാർട്ടേഴ്സ്. ആ, മരിച്ചുപോയ പഴയ ഡ്രൈവർ ഗോപാലൻ ഇവിടാ താമസിച്ചിരുന്നു. വണ്ടി മറിഞ്ഞാ മരിച്ചത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് ആത്മാവ് ഈ പരിസരം വിടുകയല്ല. നീ എന്താ പേടിക്കാത്തെ? മരിച്ചുപോയ ആളുകൾ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ നിനക്ക് പ്രേതത്തിനെ പേടിയില്ലേ? ഞാനൊരു പ്രേതത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്ത് ഐറ്റംസിനാ? ഒരു കൂട്ടിന്. എന്റെ കർത്താവേ, ഞാൻ എന്തോന്നായി കേൾക്കുന്നേ? എന്നാൽ എനിക്ക് കൂട്ടിന് ചേട്ടവിടെ കിടന്നോ? എടാ തീവ്രവാദി, നിന്റെ വേല മനസ്സിലിരിക്കട്ടെ. ഈ ചെറുപ്രായത്തിലെ എന്നെ കർത്താവെങ്കിൽ നിദ്ര പ്രാപിപ്പിക്കാനായിരിക്കും നിന്റെ ആലോചന. ആ, നിനക്ക് കുളിക്കണേ കുളിമുറി അവിടെ ഉണ്ട്. ആ, എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ് എടുക്കണം. അപ്പൊ തുണിയും കോണാനും ഇല്ലാതെ കയ്യും വീശിങ്ങി പോരുമായിരുന്നു. ജോലി മാത്രം തന്നാ പോരെ, തുണി ഐറ്റംസും തരണോ? ജോലി കിട്ടുമെന്ന് വിചാരിച്ചല്ല ഇങ്ങോട്ട് വന്നത്. ആ, അതാണ് എന്റെ മുതലാളി. തൽക്കാലം ഇങ്ങോട്ടിരിക്കെ, ഞാൻ മാറാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അതാക്കോല്.